നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മാക്രോ ഇക്കണോമിക്സ് ആണ് പറഞ്ഞത്. മാക്രോ ഇക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇനി നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിന്റെ മാക്രോ ഇക്കണോമിക്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം മൈക്രോ തുടങ്ങി അതിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ മാക്രോയിലെ തിയറിയും വേരിയബിൾസും പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈക്രോ ഇക്കണോമിക്സ്. മറ്റതില് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടെ ആദ്യത്തേതെന്ന് പറയുന്നത് തന്നെ തിയറി കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തിയറികൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മുടെ ഡിമാൻഡ് എന്താണ്, അതൊക്കെയാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരിക. അപ്പൊ അതിനകത്തുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. സോ എന്താണ് ഡിമാൻഡ് എന്ന് പറയണേ? Demand is a desire backed by willingness and ability to bear. യെസ്, ഇക്കണോമിക്സ് പഠിച്ച ഒരാളാണ് അത് പറഞ്ഞത്. ഇപ്പൊ ഡിമാൻഡ് എന്ന് പറയുമ്പോ നമ്മൾ പലതരത്തിൽ ഡിമാൻഡിനെ ചിന്തിക്കാം. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, അയാൾ അത് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ അത് ഒരു പേഴ്സൺ അത് ഡിമാൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ ഡിമാൻഡ് എന്ന് പറയുമ്പോ ഡിമാൻഡിനകത്ത് നമുക്ക് വേണ്ടത് ഡിസയറും വേണം, വില്ലിങ്നെസ്സും വേണം, എബിലിറ്റിയും വേണം. അതായത് അയാൾക്കൊരു ആഗ്രഹം വേണം, ഒരു കമോഡിറ്റി വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം മാത്രം, ഇപ്പൊ നമുക്ക് ബെൻസ് വാങ്ങിക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എബിലിറ്റി ടു പേ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് എബിലിറ്റി ടു പേയും ഉണ്ടാവാം, ഡിസയറും ഉണ്ടാവും, പക്ഷെ നമ്മൾ വില്ലിങ് ആവണം എന്ന് നിർബന്ധമില്ല. വേണോ വേണ്ടയോ നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അപ്പൊ ശരിക്കും ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസയർ ഉണ്ടാവും. ഡിസയർ ഇല്ലാതെ ഒരിക്കലും ഡിമാൻഡ് ഉണ്ടാവില്ല. നമുക്കൊരാഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹത്തിന്റെ കൂടെ തന്നെ നമ്മൾ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് പേ ചെയ്യാൻ വില്ലിങ്ങും ആയിരിക്കണം, നമ്മൾ ഏബിളും ആയിരിക്കണം. വി ഷുഡ് ഹാവ് ദി എബിലിറ്റി ആസ് വെൽ ആസ് എ വില്ലിങ്നെസ് ടു പേ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കമോഡിറ്റി. അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം. നമുക്ക് എബിലിറ്റി ഉണ്ടാവണം, നമ്മൾ വില്ലിങ് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഡിസയർ, ആ ഒരു കമോഡിറ്റി വാങ്ങണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ പലപ്പോഴും നമ്മൾ സാധാരണ പറയാം നമ്മുടെ ആഗ്രഹത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. അയാൾ അത് ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു ഡിസയറിനെയാണ് നമ്മൾ പലപ്പോഴും ഡിമാൻഡായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്. ശരിക്കും ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിസയർ അല്ല, ഡിസയർ മാത്രമല്ല, ആഗ്രഹത്തിന്റെ കൂടെ എന്തുണ്ടാവണം, നമുക്ക് പൈസയും ഉണ്ടാവണം, ആ പൈസ അടയ്ക്കാനുള്ള വില്ലിങ്നെസ്സും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഡിമാൻഡ് വരപ്പോ. സോ ഡിമാൻഡ് അറൈസസ് ഔട്ട് ഓഫ് ദി following 3 things: desire, ability and the willingness to pay. ഇതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം. ഒരു ഡിസയർ ഉണ്ടാവണം, നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവണം, പൈസ ഉണ്ടാവണം, അല്ലെ? ഡിസയർ ഞാൻ എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് ഭയങ്കര ഡിസയറും ഉണ്ട്. പക്ഷെ നമുക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് ഡിമാൻഡ് ആണോ? അല്ല. ഇനി നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവും, ഡിസയറും ഉണ്ടാവും, പക്ഷെ ഭയങ്കര പിശുക്ക. ആഗ്രഹമുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ ഇത്രയും പൈസ മുടക്കണോ എന്നൊരു ചിന്തയാണ്. അപ്പൊ അത് ഡിമാൻഡ് അല്ല. ഇത് 3 കൂടെ വരണം. ഡിസയർ വരണം, എബിലിറ്റി വരണം, വില്ലിങ്നെസ് വരണം. ഇത് 3 കൂടെ വരുമ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുക. മനസ്സിലായോ? ഇനി ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, individual demand for a commodity is the amount of it that a consumer will purchase at various given prices during a period of time. ഇത് ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ പല പ്രൈസില് ഒരു ഇൻഡിവിജ്വൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഒരു മിനിറ്റ്,
അത് ഒരൊറ്റ ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരൊറ്റ കൺസ്യൂമറിന്റെ സിംഗിൾ ഡിമാൻഡിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പർച്ചേസ് അറ്റ് വേരിയസ് ഗിവൺ പ്രൈസസ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ ഒരു കൺസ്യൂമറിന് ഒരു ആപ്പിൾ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ വില ഈ ആഴ്ച 50 രൂപയാണ്. അടുത്ത ആഴ്ച ആയപ്പോ അത് 60 രൂപയായി. പിറ്റത്തെ ആഴ്ച ആയപ്പോ അത് 70 രൂപയായി. അപ്പൊ ഈ 3 പ്രൈസിലും ആ പേഴ്സൺ വാങ്ങിക്കും ഈ ആപ്പിള്. പക്ഷെ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വല് ഈ 3 പ്രൈസില് ഓവർ എ പീരീഡ് ഓഫ് ടൈം പല വേരിയസ് പ്രൈസില് ആ ഇൻഡിവിജ്വല് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കും, അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പൊ നമ്മുടെ അരി എന്ന് പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ അരിയുടെ വില കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പക്ഷെ നമുക്ക് അതിനൊരു ഡിമാൻഡ് ഉണ്ട്, നമ്മളത് വാങ്ങിക്കും. അപ്പൊ ഓരോ വിലയ്ക്ക് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ കൺസംഷനിൽ മാറ്റം വരാം. അപ്പൊ ഒരു ഇൻഡിവിജ്വല് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു അറ്റ് ഗിവൺ പ്രൈസ്, അതിനെയാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? Yes, ma'am. ഓക്കെ. ഫാക്ടേഴ്സ് എഫക്ടിങ് ഡിമാൻഡ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യണതായിട്ട്? തീർച്ചയായിട്ടും ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, taste and preference of the consumer, price of related commodities, advertisement expenditure, and expectation of future prices. These are the factors which affect the demand. ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. Price of the product. എങ്ങനെയായിരിക്കും വില? ഇപ്പോ ഒരു കമ്മോഡിറ്റി നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണ്. നിങ്ങൾ സാധാരണ ഒരു 2 കിലോ വീതം, ഇപ്പൊ അരി തന്നെ വിചാരിക്കുക. അരി നിങ്ങൾ സാധാരണ ഒരു 5 കിലോ വീതമാണ് വാങ്ങിക്കാറുള്ളത്. അതിന്റെ വില കൂടിയാല് നിങ്ങൾ കൂടുതൽ വാങ്ങോ കുറച്ചായിരിക്കോ വാങ്ങിക്കുക? പ്രൈസ് കൂടുമ്പോ സാധനം വാങ്ങുന്നതിന്റെ അളവ് കുറയും. അളവ് കുറയ്ക്കും അല്ലെ? അത് ഒരു കോമൺ, ഒരു റാഷണൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ചെയ്യുള്ളൂ. പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത്. There is an inverse relationship between price and quantity demanded. When price increases, demand decreases, and when price decreases, demand increases. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ എവിടെയെങ്കിലും ഒക്കെ ഇപ്പോ ലുലുലോ അല്ലെങ്കിൽ റിലയൻസിലോ ഒക്കെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓടിപ്പോണേ എന്തുകൊണ്ടാണ്? പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കൂടുന്നതാണ്. സോ ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു മന്ത്ലി ഒരു 35,000 ഇൻകം കിട്ടാറുണ്ട്. നിങ്ങളുടെ ഇൻകം കൂടി, നിങ്ങൾക്ക് ഒരു ഇപ്പോ ഇൻക്രിമെന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു 45,000 ആയിട്ട് കൂടി. നിങ്ങളുടെ ഡിമാൻഡ് കൂടുവോ കുറയോ? കൂടുക അല്ലെ? അതായത് നമ്മുടെ ഇൻകം കൂടുമ്പോ നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. അപ്പൊ പർച്ചേസിംഗ് പവർ കൂടുമ്പോ അത് നമ്മുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കും. സോ വെൻ എവർ ഇൻകം ഇൻക്രീസസ്, ഡിമാൻഡ് ഇൻക്രീസസ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും നമുക്ക് ഇൻകം കുറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് കൂടുതൽ ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് വല്ല പണിഷ്മെന്റ് കിട്ടും, അപ്പൊ നമ്മുടെ ഇൻകം കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായി നമ്മുടെ ഡിമാൻഡ് കുറയ്ക്കുക തന്നെ ചെയ്യും. സോ there is a positive relation. Whenever income increases, demand increases, and when income decreases, demand decreases. Then taste and preference of the consumer. ഒരു കമ്മോഡിറ്റി വാങ്ങിക്കുന്നതില് നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒരു ഫാക്ടർ ആണോ? അതെ. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്നാക്സ് മേടിക്കാൻ പോവാണ്, നിങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കും. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, അവിടെ നിങ്ങളുടെ പ്രിഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ എന്താണോ, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് മോഡേൺ ഡ്രസ് ആണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ അറ്റയർ ആണോ ഇഷ്ടം, അത് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ്. അതനുസരിച്ചായിരിക്കും നിങ്ങൾ ആ കമ്മോഡിറ്റി വാങ്ങിക്കുന്നത്. സോ
demand depends upon the taste and preferences of that consumer towards that commodity. ഇപ്പൊ ഒരു കമ്മോഡിറ്റിക്ക് ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. ഇപ്പോ ഞാനൊരു ഷോപ്പിൽ പോവാണ്, അപ്പൊ എനിക്ക് കൂടുതൽ വെസ്റ്റേൺ ഡ്രസ്സിനോടാണ് താല്പര്യം. അപ്പൊ ആ വെസ്റ്റേൺ ഡ്രസ്സിനോട് താല്പര്യം എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അവിടെയാണ്. സോ ദാറ്റ് മൈ ഡിമാൻഡ് വിൽ ബി ഹയർ. പക്ഷെ എനിക്ക് ട്രഡീഷണൽ അറ്റയറോട് വലിയ താല്പര്യമില്ല. അപ്പോ എന്താണ് എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അവിടെ ലോ ആണ്. സോ മൈ ഡിമാൻഡ് വിൽ ഓൾസോ ബി ലോവർ. മനസ്സിലായോ? Yes. Then changes in the price of related goods. മറ്റ് സാധനങ്ങളുടെ വില. ഇപ്പോ ഇതിന് ഏറ്റവും ഇതായിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ടീ ആൻഡ് കോഫി. നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഗുഡ്സിനെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓർത്തിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട് കോംപ്ലിമെന്ററികളും ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെന്ററീസ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാം. ടീക്ക് പകരം കോഫി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ടീ ഇഷ്ടപ്പെടുന്ന ഒരാൾ അത് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. പക്ഷെ നമുക്കൊരു കോമൺ മാൻ ഇതില് നമുക്ക് പറയാം ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. അതുപോലെ പെപ്സി കോള, ഇത് രണ്ടും ഒരേ പ്രൊഡക്റ്റിന്റെ രണ്ട് കമ്പനി നെയിമാണ്. അപ്പോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അങ്ങനെ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പെൻ ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് ഇങ്ക് വേണം. സോ പെൻ ആൻഡ് ഇങ്ക് ആർ കോംപ്ലിമെന്ററീസ്. അതുപോലെ തന്നെ കാർ ഓടണമെങ്കിൽ പെട്രോൾ വേണം. ഇപ്പൊ പെട്രോൾ എന്തിനാണ്? വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദീസ് ടു ഗുഡ്സ് ആർ കോംപ്ലിമെന്ററി ഗുഡ്സ്. മനസ്സിലായോ? യെസ് മാം. അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ കാര്യത്തിലാണെങ്കിൽ these are two alternative goods that can be used for the same purpose. ഒരേ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾട്ടർനേറ്റീവ് ഗുഡ്സ് ആണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുക. അപ്പോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ വില കൂടിയാൽ, ടീയുടെ വില കൂടിയാൽ അതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. യെസ്, ഡിമാൻഡ് കുറയും. അപ്പോ കോഫിയുടെ ഡിമാൻഡോ കൂടും. കാരണം ഈ ടീ കുടിച്ചോണ്ടിരുന്നവര് അതിന്റെ ഡിമാൻഡ് കുറച്ചിട്ട് നേരെ കോഫിയിലോട്ട് പോവാ. 10 രൂപയ്ക്ക് ടീ കിട്ടിയിരുന്നു, ഇപ്പൊ അത് 15 രൂപയായി. അപ്പോഴും കോഫിയുടെ വില മാറിയിട്ടില്ല, അത് ഇപ്പോഴും 10 രൂപ തന്നെയാ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും? കോഫി വേണ്ടാന്ന് വെച്ചിട്ട് they will prefer the ടീ വേണ്ടാന്ന് വെച്ചിട്ട് they will prefer the കോഫി. മനസ്സിലായോ? Yes. അപ്പോ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? മറ്റേ ഓൾട്ടർനേറ്റീവ് ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? എക്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ വൈയുടെ ഡിമാൻഡ് കൂടും. ക്ലിയർ ആണോ? എക്സിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഇവിടെ എക്സിന്റെ ഡിമാൻഡ് അല്ല നമ്മൾ പറയുന്നത്, വൈയുടെ ഡിമാൻഡ് കൂടും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് ആണ് പെട്രോൾ ആൻഡ് കാർ, ബ്രെഡ് ആൻഡ് ജാം, പെൻ ആൻഡ് ഇങ്ക് എന്നൊക്കെ ഉള്ളത്. അപ്പൊ സപ്പോസ് പെട്രോളിന്റെ വില കൂടുകയാണ്, അപ്പൊ അതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കൂടും. പെട്രോളിന്റെ വില കൂടുമ്പോഴോ? പെട്രോളിന്റെ ഡിമാൻഡ് കാറിന്റെ പെട്രോളിന്റെ മാത്രം പറയൂ. പെട്രോളിന്റെ പ്രൈസ് കൂടിയാൽ അതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കുറയും. അപ്പൊ കാറോ? ഡിമാൻഡ് കൂടും. അതെങ്ങനെയാ കൂടണേ? കാറിന്റെ ഡിമാൻഡ് കുറയും. അതിന്റെ ഡിമാൻഡ് കുറയല്ലേ ചെയ്യുന്നേ? കാരണം പെട്രോൾ ഉണ്ടെങ്കിലല്ലേ കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ പെട്രോളിന്റെ വില കൂടി, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു, പെട്രോൾ മേടിക്കുന്നില്ല. അപ്പോ കാർ ആരെങ്കിലും വാങ്ങിക്കുവോ? ഇല്ല. അപ്പൊ കാറിന്റെ വിലയും കുറയും. അതുപോലെ നേരെ തിരിച്ചും പറയാം, കാറിന്റെ വില കൂടുമ്പോ അതിന്റെ ഡിമാൻഡ്, കാറിന്റെ വില കൂടുമ്പോ അതിന്റെ ഡിമാൻഡ് കുറയും. സോ ദാറ്റ് പെട്രോളിന്റെ ഡിമാൻഡ് കുറയും. ക്ലിയർ ആയോ? ഓക്കെ മാം. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കാര്യത്തില് ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? കുറയും. കുറയും. നെഗറ്റീവായി.
ക്ലിയർ ആണോ? Yes, ma'am. Then advertisement expenditure. നിങ്ങളുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ അല്ലേ അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ആഡ് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ ടൂത്ത് പേസ്റ്റുകൾ നമ്മൾ കൂടുതൽ ആഡ് കാണുന്ന പേസ്റ്റുകളായിരിക്കും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. കാരണം അതാണ് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇതായ കാലത്താണ് അധികം ആഡ് ഇല്ലാതെയും ഒരു റീല് വഴിയൊക്കെ ഒരു കാര്യം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമയത്ത് അഡ്വർടൈസ്മെന്റ്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഈ ആഡുകൾ വരുമ്പോൾ നമ്മൾ അതിൽ കുത്തിയിട്ട് അതിൽ നിന്ന് ആ പ്രൊഡക്റ്റിലേക്കൊക്കെ എത്താറുണ്ട്. ഇപ്പൊ ഡ്രസ്സുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കമോഡിറ്റീസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇൻസ്റ്റാ ഫീഡുകളിലോ ഫേസ്ബുക്ക് ഫീഡിലോ ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിലേക്ക് പോവാറുണ്ട്. അപ്പൊ അതിനൊരു ഫാക്ടർ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്സ് ആണ്. സോ അഡ്വർടൈസ്മെന്റ് ഒരു കമോഡിറ്റിയുടെ അഡ്വർടൈസ്മെന്റ് ഭയങ്കര ഹൈ ആണെങ്കിൽ അതിന്റെ ഡിമാൻഡും ഹൈ ആയിരിക്കും. ഇപ്പൊ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഇപ്പൊ ഈ വ്ളോഗർമാര് ഭയങ്കരമായിട്ട് ആഡ് കൊടുക്കുന്ന കുറെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന, അതിന്റെ ഡിമാൻഡ് ഭയങ്കര ഹൈ ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ ആഡ് ആണ്. നമ്മളിലേക്ക് അത് നമുക്ക് അറിയാത്ത ഇപ്പൊ ഈ റോസ്മേരി ഹെയർ സ്പ്രേ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര ഹൈലി ഡിമാൻഡഡ് കമോഡിറ്റി ആണ് ഇപ്പോ. അപ്പൊ അതിന് കാരണം ആഡുകളാണ്. ഈ ആഡുകൾ കാരണം ഈ കമോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുതലാണ്. ക്ലിയർ ആണോ? Yes. കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ് വിത്ത് റിഗാർഡ് ടു ദ ഫ്യൂച്ചർ പ്രൈസ്. ഭാവിയിലെ വിലയെ പറ്റിയുള്ള കൺസ്യൂമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ. ഇഫ് ദ കൺസ്യൂമേഴ്സ് ആർ എക്സ്പെക്ടിങ് എ പ്രൈസ് റൈസ് ഇൻ ദ ഫ്യൂച്ചർ, അതിപ്പോ എക്സ്പെക്ട് ചെയ്യാണ് ഒരു നിയർ ഫ്യൂച്ചറിൽ അടുത്ത മാസം വില കൂടും. ഇപ്പൊ വെളിച്ചെണ്ണയുടെ വില അടുത്ത മാസം കൂടുകയാണ് എന്ന് നമ്മൾ വാർത്തയിലൊക്കെ അറിയാണ്. അടുത്ത മാസം ഒരു 50 രൂപ വെളിച്ചെണ്ണയ്ക്ക് കൂടും എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഡിമാൻഡ് ഫോർ ഓയിൽ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടും. എന്തുകൊണ്ടാണ്? ഇനി അടുത്ത മാസം നെക്സ്റ്റ് മന്ത് 50 രൂപയാണ് കൂടാൻ പോകുന്നത്. സോ ഇഫ് വി ആർ എക്സ്പെക്ടിങ് എ പ്രൈസ് റൈസ് ഇൻ ദ ഫ്യൂച്ചർ, ഡിമാൻഡ് ഫോർ ദാറ്റ് പ്രൊഡക്റ്റ് ഇൻ ദി കറന്റ് ഇപ്പോഴത്തെ പ്രസന്റ് ടൈമിൽ അതിന്റെ ഡിമാൻഡ് കൂടും. നേരെ മറിച്ച് നമ്മൾ കേൾക്കാണ് ഓയിലിന് ഇപ്പൊ തേങ്ങയൊക്കെ വിപണിയിൽ സുലഭമായി കിട്ടാൻ പോവാണ്. അപ്പോ വെളിച്ചെണ്ണയുടെ വില എന്തായാലും ഒരു 50 രൂപ 40 രൂപയെങ്കിലും അടുത്ത മാസം കുറയും എന്ന് നമ്മൾ കേൾക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങുന്ന ക്വാണ്ടിറ്റി നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം വാങ്ങിച്ചു വെക്കും. ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മാസം വാങ്ങിക്കാം. കാരണം ഇത്രയും വിലക്കുറവല്ലേ, അപ്പൊ നമുക്ക് അടുത്ത മാസം വാങ്ങിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കും. സോ ഇറ്റ്സ് ഡിമാൻഡ് വിൽ ഡിക്രീസ്. ഇഫ് വി ആർ എക്സ്പെക്ടിങ് എ പ്രൈസ് റൈസ് ഇൻ ദ ഫ്യൂച്ചർ, ഡിമാൻഡ് for that product in the present time will increase. If you are expecting a price decrease in the future, demand for that product in the present time will decrease. മനസ്സിലായോ? Yes. ക്ലിയർ ആണോ? ഇതൊക്കെ നമ്മുടെ കൺസ്യൂമറിന്റെ ബിഹേവിയർ ആണ് ഈ പറയുന്നത്. നമ്മൾ ഈച്ച് ആൻഡ് എവറി കൺസ്യൂമർ ഇങ്ങനെയാണ്. ഒരു കൺസ്യൂമർ റാഷണൽ ആണെങ്കിൽ, റാഷണൽ എന്ന് പറഞ്ഞാൽ ദ വൺ ഹു ടേക്സ് ഓൺ ദ ബെസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ ഗിവൺ ഓൾട്ടർനേറ്റീവ്സിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു സാധാരണ ഒരാൾ, അയാളെയാണ് റാഷണൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുക. അങ്ങനെ ഒരു റാഷണൽ ഹ്യൂമൻ ബീയിങ് ആണ് എങ്കിൽ അയാൾ എന്തേ ചെയ്യുള്ളൂ? ഇങ്ങനെ പെരുമാറുള്ളൂ. സോ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി, taste and preference, advertisement expenditure and expectations with regard to the future price. Clear ആണോ? Yes. Okay. ഇനി മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിമാൻഡില്ലേ അതിന്റെ സമ്മിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദി സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ഡിമാൻഡ്. ഇപ്പൊ ഒരു ആപ്പിള് പ്രിഫർ ചെയ്യുന്ന ഒരു 50 കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 50 കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡ് ചേരുമ്പോഴാണ് അവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാ. ഒരു കൺസ്യൂമറിന്റെ ഡിമാൻഡ് ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. 50 കൺസ്യൂമറിന്റെയും ഡിമാൻഡ് വരുമ്പോൾ അത് എന്തായി മാറും?
മാർക്കറ്റ് ഡിമാൻഡായി മാറും. മനസ്സിലായോ? ക്ലിയർ ആണോ? Yes. ഇനി ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫംഗ്ഷനും ഏകദേശം സെയിം ആണ്. ഒരൊറ്റ ഫാക്ടർ മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ആ ഫാക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. വെൻ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻക്രീസസ്, ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മാർക്കറ്റ് ഡിമാൻഡ് വിൽ ഓൾസോ ഇൻക്രീസ്. മനസ്സിലായോ? Yes, ma'am. ഇപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? Yes. ഓക്കെ. Yes.